എല്ലാ വഴിയും ഞാൻ നോക്കി. എമർജൻസി എക്സിറ്റ് പോലും ലോക്ക്ഡ് ആണ്. പിന്നെ എന്തിനാ എമർജൻസി എക്സിറ്റ് എന്ന് ബോർഡ് വെച്ചേക്കുന്നേ? അതെ, ഓഫീസിൽ നിന്ന് എല്ലാരും പോയാൽ പിന്നെ എമർജൻസി എക്സിറ്റ് എന്തിനാ? സേഫ്റ്റിക്ക് വേണ്ടി അയാൾ ലോക്ക് ചെയ്ത് പോയതാവും. എല്ലാം നിങ്ങൾ കാരണം സംഭവിച്ചേ. പാർട്ടിക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു. നിന്നെ കൊണ്ടുപോകാൻ പിന്നെ എനിക്ക് വലിയ താല്പര്യമായിരുന്നല്ലോ. എന്താ ഈ കേക്കാതെ പെറുപിറുക്കുന്നേ? ഞാൻ എന്തിനാ പെറുപിറുക്കുന്നേ? പറയാനുള്ളതൊക്കെ ഞാൻ മുഖത്ത് നോക്കി തന്നെ പറയും. ചുമ്മാ വാദിച്ചോണ്ടിരിക്കണ്ട. എന്റെ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും എന്തോ. പാർട്ടി എന്ന് പറഞ്ഞ ഓഫീസിലെത്തിയ കാര്യം ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. നിന്നോട് ആരും ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് മെയിൽ ചെക്ക് ചെയ്താ പോരായിരുന്നോ? ഇപ്പൊ എന്തായെന്ന് കണ്ടില്ലേ? നിങ്ങൾ കാരണമല്ല. ഹലോ, നിന്റെ ഈ മുതലക്കണ്ണീര് കാണാൻ ഇവിടെ ആരുമില്ല. ഞാൻ മുകളിലേക്ക് വന്നത് ശരി. നിന്നോട് ഞാൻ കാറിലിരിക്കാൻ പറഞ്ഞു. നീ എന്താ കേൾക്കാൻ? ഞാൻ ഇൻ കേസ് ഞാനിവിടെ പെട്ടുപോയാലും നിനക്ക് പുറത്തുനിന്ന് ലോക്ക് ഓപ്പൺ ചെയ്യായിരുന്നു. ഞാൻ കാറിലിരുന്നെങ്കിൽ എന്റെ ഫോൺ എടുത്ത് ഞാൻ വീട്ടിൽ പോയേനെ. നിന്നെ തുറന്നുവിടാൻ ഞാൻ എന്തിനാ വരുന്നേ? അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത്. നൗ ഐ ആം ഹാപ്പി. പെട്ടെന്ന് എന്താ പറ്റിയ നിനക്ക്? എന്താ വല്ലാതൊരു ഇളിയൊക്കെ? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. പാർട്ടിക്ക് ഒരു പീസ് കേക്കും ഒരു ഗ്ലാസ് ജ്യൂസും അല്ലാതെ ഒന്നും കഴിക്കാൻ സമ്മതിച്ചില്ലല്ലോ നീ. ഞാൻ സമ്മതിച്ചിരുന്നെങ്കിൽ നാണും മാനും ഇല്ലാതെ എല്ലാം കഴിച്ചാ പ്ലേറ്റും പഠിച്ച് നക്കി പോന്നേനെ. ദേഷ്യപ്പെട്ടങ്ങ് പോയല്ലോ ആശാൻ. വേദാന്തേ, വെറുതെ ദേഷ്യം കാണിച്ചിട്ടിട്ട് പോവല്ലേ. ഇവിടെയാണെങ്കിൽ മൊത്തം ഇരുട്ടും. ഇനി എങ്ങാനും വല്ല ശത്രുക്കളും വന്ന് എന്നെ അങ്ങ് തട്ടിക്കൊണ്ടു പോയാലോ? എന്തായാലും അടുത്ത് പോയി സംസാരിച്ചോണ്ടിരിക്കാം. എന്തൊക്കെയാണെങ്കിലും ഞങ്ങളുടെ ഇടയില് അത്രയ്ക്ക് വലിയ വഴക്കൊന്നും ഇല്ലല്ലോ. ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ. ചേച്ചിയുടെയും മിക്കിയുടെയും കല്യാണം നടക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. ഇതെന്താ ഈ ചെയ്യുന്നേ? ഒരു കാള പെറ്റു. ഞാനതിനെ കറക്കാൻ പോവാ. എന്താ ഇത്ര കിണിക്കാൻ? പശുവോ പ്രസവിക്കുന്നേ, അല്ലാതെ കാളയല്ല. എന്തെങ്കിലും ഒന്ന് ചെയ്ത് രക്ഷപ്പെടാൻ നോക്കുമ്പോ അപ്പ പൊട്ട ചോദ്യം ചോദിച്ചു വന്നോളൂ. നിനക്ക് എന്താ ഇനി വേണ്ടേ? എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ശരിക്കും പേടിയാ. നീ എന്തോ വലിയ റൗഡി ബേബി അല്ലേ? പിന്നെ ഗുണ്ടയോ? നിന്റെ കോളനിയിൽ എന്തോ വലിയ റൗഡിയൊക്കെ അല്ലേ? പിന്നെന്തിനാ നിനക്ക് പേടി? നിന്നോട് എത്ര തവണ പറയണം? ഞാൻ മനുഷ്യന്മാരോട് മാത്രമേ റൗഡിത്തരം കാണിക്കാറുള്ളൂ, അല്ലാതെ ഇരുട്ടിനോടല്ല. അപ്പത്തരത്തിന് കുറവൊന്നുമില്ല അല്ലേ? ഇതൊരു സാരമില്ല. ആദ്യമായിട്ടൊരു പെണ്ണിനെ പോലെ നീ സംസാരിച്ചല്ലോ. ഇതെന്ത് ചെയ്യാനാ? രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് നിലവിളിച്ചില്ലേ, അതുകൊണ്ടാ. ഒരു സെറ്റപ്പ് ഉണ്ടാക്കാം. സിലിണ്ടറും ഉണ്ട്, ഗ്യാസും ഉണ്ട്. ആ ശരിയാണല്ലോ, അത് പൊളിച്ചല്ലോ. എന്ത് പൊളിച്ചു? ഒരു പൊളിയില്ല. റെഗുലേറ്റർ സിലിണ്ടർ ഫിക്സ് ചെയ്യണ്ടേ? അതല്ലേ ആയിരിക്കുന്ന, എടുത്തങ്ങ് ഫിക്സ് ചെയ്താ പോരെ? എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? റെഗുലേറ്റർ ഫിക്സ് ചെയ്യാൻ എനിക്കറിയില്ല.
ഇപ്പൊ മറുപടി തരേണ്ടതാണല്ലോ. ഇവളെന്താ ഈ മിണ്ടാൻ നിൽക്കുന്നത്? എന്താ ഒന്നും പറയാത്തത്? ഇതാ പിടിച്ചോ, ഫിക്സ് ചെയ്യുന്നേ. എനിക്കത് ഫിറ്റ് ചെയ്യാൻ പേടിയാ. എന്തിനാ ചിരിക്കുന്നേ? അല്ല, ഇടയ്ക്കിടയ്ക്ക് കാറ്ററിംഗ് സർവീസ്, കുക്കിംഗ് ഒരു പാഷൻ എന്നൊക്കെ വിളിച്ച് പറയാറുണ്ടല്ലോ. റെഗുലേറ്റർ ഫിക്സ് ചെയ്യാൻ അറിയില്ല അല്ലേ? ഓഹോ, നിന്റെ വീട്ടിൽ ഇപ്പോഴും പാചകം അടുപ്പിലാണല്ലോ അല്ലേ? ഹലോ, അറിയില്ല എന്നല്ല, പേടിയാന്നാ പറഞ്ഞേ. ഒരു തവണ ഞാൻ ഫിറ്റ് ചെയ്തപ്പോ ഗ്യാസ് ലീക്ക് ചെയ്യാൻ തുടങ്ങി. അന്നത്തോടെ എനിക്ക് പേടിയായി. അന്ന് മുതലേ ഈ ഒരു പണി മാത്രം ഞാൻ ചെയ്യില്ല. അപ്പൊ നീ ഇത് ചെയ്തല്ലേ പറ്റൂ. ഞാനും മുൻപ് എപ്പോഴോ കണ്ടിട്ടുണ്ട്. സിലിണ്ടറിന് മുകളിൽ വെച്ച് പ്രസ് ചെയ്താ പോരെ ഇത്? പ്രസ് ചെയ്തിട്ട് കാര്യമില്ല. റെഗുലേറ്ററിന്റെ താഴെ ഒരു നോബ് ഉണ്ട്. അതിൽ അമർത്തി സിലിണ്ടറിന്റെ മുകളിൽ വെച്ച് ഫിക്സ് ചെയ്യണം. അല്ലല്ല, ഞാൻ കണ്ടത് ഇങ്ങനെയായിരുന്നില്ലല്ലോ. കാറ്ററിംഗ് ഉള്ളത് നിനക്കാണോ എനിക്കാണോ? ഇപ്പൊ മനസ്സിലായില്ലേ? ഉണ്ടായിട്ടും വലിയ പ്രയോജനമൊന്നുമില്ലെന്ന്. സത്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്താ മതി. ഇന്നൊന്ന് ട്രൈ ചെയ്തു നോക്ക്. Are you sure? നമ്മൾ ഈ സംസാരിക്കുന്നത് ആരെങ്കിലും കേട്ടാലുണ്ടല്ലോ എന്താകുന്ന അറിയോ? നാളെ കേരളം മുഴുവൻ ട്രോളായിരിക്കും. വേറെ ആരും ഇല്ലല്ലോ ഇവിടെ. കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കിയേ പറ്റൂ. അതൊക്കെ ശരി. ഗ്യാസ് ഇനി ഓൺ ആയാലും കഴിക്കാൻ നമ്മൾ എന്താ ഉണ്ടാക്കുന്നേ? എക്സ്ക്യൂസ് മീ, ഇവിടെ ന്യൂഡിൽസ് പാക്കറ്റ് ഉണ്ട്. ഞാൻ ഓൾറെഡി അത് ചെക്ക് ചെയ്തിരുന്നു. ആദ്യം ഇത് ചെയ്യാൻ പറ്റുമെന്ന് നീ പറ. ഉറപ്പായിട്ടും പറ്റും. ഇതാ ഫിറ്റ് ചെയ്ത് നോക്ക്. അതുകൊണ്ടാ പറയുന്നേ, കുറച്ചെങ്കിലും ജനറൽ നോളജ് ഉണ്ടാവണം. ഓ, അത് ശരി. എന്നാ പിന്നെ നിനക്ക് ചെയ്യായിരുന്നില്ലേ? പേടിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ശരി, സ്റ്റവ് ഓൺ ചെയ്യ്. ഏയ്, ഇനിയും എന്താ പ്രശ്നം? സിലിണ്ടറിൽ ഗ്യാസ് ഇല്ലേ? ആയിരിക്കും. വലിയ അഡ്മിനാന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ കണ്ട് പഠിച്ചൂടെ എനിക്ക്? ഹലോ, ഇത് കാലിയാണെന്ന് പറഞ്ഞാലല്ലേ എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റൂ. അതല്ലാതെ എപ്പോഴും എനിക്ക് ഇത് വന്ന് നോക്കിയിരിക്കാൻ പറ്റുമോ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഹലോ, റെഗുലേറ്റർ ഫിറ്റ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. അതിന്റെ അടിയിൽ ഒരു നോബ് ഉണ്ട്. അത് ഓൺ ചെയ്യണം ആദ്യം. അതാദ്യം പറഞ്ഞു തൊലച്ചൂടെ? ഓൺ ചെയ്യ്. ഈ ലൈറ്റർ ശരിയല്ല. നിങ്ങളുടെ അടുത്ത് ലൈറ്റർ ഉണ്ടോ? ഞാൻ നിനക്ക് സിഗരറ്റും കൂടെ വാങ്ങിച്ചു തരാം. ചോദിച്ചു തമാശ. ഇങ്ങനെയുള്ള അഡ്മിനൊക്കെ ഉള്ള ഓഫീസിൽ ഈ ലൈറ്ററൊക്കെ പ്രതീക്ഷിച്ചാ മതി. ഒന്നിനും മെയിന്റനൻസ് പോലും ഇല്ല. ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി കറങ്ങാൻ പോയാൽ മതിയല്ലോ. ഇനി അടുത്ത വഴി എന്താന്ന് ആലോചിക്കേ. അതുകൊണ്ടാ തലയിൽ കുറച്ചെങ്കിലും ബുദ്ധി വേണമെന്ന് പറയുന്നത്. എന്തായാലും മിഷൻ സിലിണ്ടർ സക്സസ് ആയല്ലോ. കൊടുക്കൈ. ഇനി വെള്ളം തിളപ്പിക്കണം. പോയി പാത്രം എടുത്തു വാ. ഇത് പാത്രം എടുത്തോണ്ട് വരാമോ? കഴുതേ, എടി കഴുതേ. സൈക്കോ. ഈ ഓഫീസിൽ എവിടെയും കറണ്ട് ഇല്ല. പിന്നെ ആ റൂമിൽ മാത്രം ഇങ്ങനെ ലൈറ്റ്.
ഇത്രയധികം കാൻഡിൽസ് ഒക്കെ നിനക്ക് എവിടുന്നാ കിട്ടിയേ? ഇത്രയും നാളെ ഞാൻ അഡ്മിൻ ജോലിക്ക് കൊള്ളില്ലെന്ന് പറയാറില്ലായിരുന്നോ? ഇപ്പൊ നോക്ക്, എംപ്ലോയീസിന്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി ഹോൾസെയിൽ ആയിട്ട് ഞാൻ ഇതൊക്കെ വാങ്ങി വെച്ചതാ. വെരി ഗുഡ്. നിന്നെ ജോലിക്ക് എടുത്തത് നന്നായി. നീ എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി തരുമ്പോ ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? എക്സ്ക്യൂസ് മീ, ഇത് ഞാൻ നിനക്കുണ്ടാക്കിയതല്ല. എനിക്കും വിശക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ആയിക്കോട്ടെ. വിശപ്പ് ഒരാൾക്ക് മാത്രമല്ലല്ലോ. ശരി, വാ നമുക്ക് ഒരുമിച്ച് പോയി കഴിക്കാം. എന്നുവെച്ചാ? ചൂടുള്ള ആഹാരം ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാതെ പെട്ടെന്ന് പോയി കഴിക്കാം. എനിക്കിതൊന്നും അറിയില്ല. കഴിച്ചു തീർക്കാന്ന്. ശരി, നടക്ക്. എല്ലാ ദിവസവും ചെയറിന്റെ മുകളിലിരുന്നല്ലേ കഴിക്കുന്നേ? ഒരു ദിവസം നിലത്തിരുന്നൊന്ന് കഴിച്ചു നോക്ക്. അതിന്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാ. ഈ ഡ്രസ്സിൽ ഞാൻ തറയിലിരിക്കില്ല. വേണ്ട, വിട്ടേക്ക്. വെരി ഡിസ്കസ്റ്റിംഗ് സൈക്കോ വുമൻ. ആഹാ, വിശക്കുമ്പോ കിട്ടുന്നതിനെ അമൃതം എന്ന് പറയുന്നേ. വയറിന് ഇപ്പൊ നല്ല സന്തോഷായി കാണും. നീ കഴിക്ക്. എനിക്ക് വേണ്ട. നോക്ക്, ഇരുന്ന് എളിക്കാതെ മിണ്ടാതെ കഴിച്ചോണം നീ. അല്ല മാഷേ, ഇപ്പോഴല്ലേ വിശക്കുന്നെന്ന് പറഞ്ഞേ, പെട്ടെന്ന് ഇതെന്താ പറ്റിയേ? ഒന്നുമില്ല, എനിക്ക് വേണ്ട. നീ കഴിച്ചോ. അങ്ങനെയാണോ? ശരി, നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. ഞാൻ പറഞ്ഞത് നിന്റെ സ്പൂണിൽ കഴിക്കില്ലെന്നാ. ഓഹോ, ഇതായിരുന്നോ കാര്യം? ഒരു മിനിറ്റ്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇത് എന്റെ ഓഫീസ്, ഞാൻ ഇവിടുത്തെ ബോസ്. നീ ആരാ ചോദിക്കാൻ? അല്ല, ആരെങ്കിലും ഇപ്പൊ പറഞ്ഞു. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ദാ, ഇതെന്താ ഇത്? നീയല്ലേ കഴിക്കാൻ സ്പൂൺ വേണമെന്ന് പറഞ്ഞേ? അതാണ് സ്പൂൺ. ദാ, ഇരിക്കെ. ഇരുന്നോ? എങ്ങനെയുണ്ട്? കൊള്ളാമോ? എല്ലായിടത്തും ഇതുപോലത്തെ ഓരോന്ന് ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അല്ല, ഇതെന്തേ നോക്കിയിരിക്കുന്നേ? കഴിക്ക്. ഞാൻ കൈകൊണ്ട് കഴിച്ചോളാം. ഇനിയിപ്പോ എന്തായാലും വയറ് ശപിക്കുന്നോർത്ത് പേടിക്കേണ്ട കാര്യമില്ല. നീ എന്താ ഇപ്പൊ പറഞ്ഞേ? അതിന്റെ അർത്ഥം എന്താ? സോറി, എനിക്കിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു താല്പര്യമില്ല. നീയും നിന്റെ ആറ്റിറ്റ്യൂഡും നിന്റെ സ്വഭാവം ഒക്കെ ആ ദൈവത്തിന് പോലും ഇഷ്ടാവില്ല. What the hell is this? റേഡിയോ. ഈ പോക്കറ്റ് റേഡിയോ ഞാൻ എപ്പോഴും എന്റെ ക്യാബിനിൽ തന്നെ വെച്ചേക്കാറുണ്ട്. ബോറടിക്കുമ്പോ എനിക്ക് പാട്ട് കേൾക്കാൻ വേണ്ടി. മരക്കഴുത.
അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം അവിടെ ഒരു പാറ്റ, ഐ മീൻ കോക്രോച്ച്. ഞാനിവിടെ ഇരുന്നോളാം. പൊന്നു പാറ്റെ, ഇവിടെ ഒരാള് നിന്നെ കണ്ടിട്ട് ജീവനും കൊണ്ട് ഓടി. പ്ലീസ് ഇവിടെ ഒന്ന് പോകോ, ഒന്ന് പോ. സോഫിയല്ലേ? കൈയെടുക്ക്. ഈ സിറ്റുവേഷനിലാണോ നിന്റെ പാട്ട് കേക്കല്? ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ നമ്മൾ ഇവിടെ പെട്ടുപോയല്ലോ, നാളെ രാവിലെ വരെ ഇത് തുടരണല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴാ നിന്റെ ഒരു എനിക്ക് പാട്ടില്ലാതെ ഓർക്കാൻ വരില്ല. നമ്മൾ ഇതിന്റെ ഉള്ളിൽ പെട്ടുപോയിരിക്കുക. ആ കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇതാണ് പോയിന്റ്. ഞാൻ നിന്റെ തല തിന്നാതിരിക്കണമെങ്കിൽ എന്നെ പാട്ട് കേൾക്കാൻ ഇപ്പൊ സമ്മതിക്കണം. എന്റെ വിധി, നിന്നോട് സംസാരിക്കുന്ന നല്ലത് പാട്ട് കേൾക്കുന്ന. ജന്മത്തിൽ ഞാൻ എന്ത് പാവം ചെയ്തു ആവോ? വന്ന് വന്ന് എപ്പോ നോക്കിയാലും നീയാ ഇപ്പോ. ഹലോ. ഹലോ അമ്മായി, ഞാൻ ശാരികയാ. നീ ശാരികയാണെന്ന് പറയാൻ വേണ്ടിയാണോ ഈ പാതിരാത്രി ഇങ്ങോട്ട് വിളിച്ചത്? രാവിലെ സംസാരിക്കാം, ഇപ്പൊ ഫോൺ വെക്ക്. സുഹാസിനി, ആരേ നേരത്ത്? ആരായ നിങ്ങൾക്കെന്താ? നിങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞോ? കിടന്നുറങ്ങാൻ നോക്ക്. അമ്മായി, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയം പറയാനാണ് ഞാൻ വിളിച്ചത്. ആക്ച്വലി വേദാന്ത് ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ കൂടെയാണുള്ളത്. പ്രശ്നം കുറച്ച് സീരിയസ് ആണ്. ആൻഡ് ആ പെൺകുട്ടി നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അവളൊരു പഠിച്ച കള്ളിയ. എന്താ? വേദാന്ത് ഒരു പെണ്ണിന്റെ കൂടെ പോയെന്നോ? ഇത്രയും സമയമായിട്ട് അവനിങ് എത്തിയില്ലേ? വേണമെങ്കിൽ അമ്മായി കൺഫേം ചെയ്തു. വേദാന്ത് വീട്ടിലെത്തിയിട്ടില്ല. കറക്റ്റ്. അവൻ പാർട്ടിക്ക് പോകുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. യെസ്, പാർട്ടിക്ക് പോയത് ആ പെൺകുട്ടിയുടെ കൂടെയാ. ആൻഡ് ആ പെൺകുട്ടി ആരാണെന്ന് അറിയോ? ആരെ? അമൂല്യ. ഇതങ്ങനെ ഒരു സിമ്പിൾ മാറ്റർ അല്ല അമ്മായി. ശരി, ഞാൻ അന്വേഷിച്ചോളാം.
കുറച്ചെങ്കിലും വിവരം വേണം, അല്ലെങ്കിൽ പറയുന്നത് കേൾക്കണം. അവിടെ ഒരു വലിയ സോഫയുണ്ടല്ലോ, അതിൽ കിടന്നൂടെ? ഇവിടെ എന്തിനാ കിടക്കുന്നേ? ഏയ്, ഒന്ന് എണീക്കുന്നുണ്ടോ? ഛെ, ഒന്ന് എണീക്ക്. വിവരമില്ലാത്ത ജന്തു. അവിടെ ഫ്രണ്ടിൽ ഒരു സോഫ ഇട്ടിട്ടില്ലേ, അവിടെ പോയി കിടന്നൂടെ? ഇവിടെ എന്തിനാ കിടക്കുന്നേ? എന്റെ ഇഷ്ടം, ഞാൻ ചെയറിന്റെ മുകളിൽ കിടന്നുറങ്ങും. നീ പറയുന്ന ഞാൻ എന്തിനാ കേൾക്കുന്നേ? ബ്ലഡി സൈക്കോ. അതിഥി, അതിഥി, എന്തുവാ ചേച്ചി? ചേട്ടൻ പിന്നെ വിളിച്ചൂല്ലോ. എന്താണ് കാര്യമെന്ന് നമുക്കറിയേയില്ല. ഞാൻ വിക്കി വിളിച്ചിട്ട് എന്താ കാര്യം ചോദിക്കട്ടെ? ഒന്ന് സമാധാനിക്ക് ചേച്ചി, ഒന്നും സംഭവിച്ചു കാണില്ല. അമ്മ ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല. എന്താണ് ഏതാണെന്ന് നമുക്കോട്ട് അറിയൂല്ല. നീ ആണെങ്കിൽ ടെൻഷൻ അടിക്കണ്ടെന്നും പറയുന്നു. എന്താ കാര്യം അറിയാതെ എങ്ങനെയാ സമാധാനം കിട്ടുന്നത്? ചന്ദ്രികയെ 14ന്റെ ചേലൊളിയെ രാക്കനിയെ താരകമേ മതി പോലെ പ്രകാശിതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അലങ്കരിതയെ